ഇതാണ് നമ്മുടെ മുള്ളൂർ കായൽ ബ്രിഡ്ജ്. ഈ കാണുന്ന ബ്രിഡ്ജ് പണ്ടൊക്കെ ഇത് ചെറിയൊരു നാരോ റൂട്ടായിരുന്നു. മുള്ളൂർ കായൽ പാടം, അതായത് അടാട്ട് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന മുള്ളൂർ കായലാണ്. നന്ദി, വീണ്ടും വരിക അടാട്ട് ഗ്രാമപഞ്ചായത്ത്. ഇതാണ് പാടം, മുള്ളുക്കായൽ പാടം എന്നൊക്കെ പറയില്ലേ, കോള് പോലെ രണ്ട് സൈഡിൽ. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോകുന്നിരുന്ന ടൈമിൽ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് ഫാദറൊക്കെ ഈ വഴിക്ക്, അന്നൊക്കെ ഇത് ഭയങ്കര നേരോ ആയിരുന്നു, ഒരു ബസ്സിന് മാത്രം പോകുന്ന വഴിയായിരുന്നു. ഇന്ന് അതൊക്കെ വലുതായി, റോഡൊക്കെ നന്നായി. ഇറ്റ്സ് ഡെവലപ്ഡ് ലൈക്ക് എനിത്തിങ്. ഉണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു ഓഗസ്റ്റ് ടോക്കീസ്. ഇന്ന് നമ്മൾ മുള്ളൂർ കായൽ ബ്രിഡ്ജാണ്, പറപ്പൂർ അടുത്ത് ചിറ്റിലപ്പള്ളിയും പറപ്പൂരും കണക്ട് ചെയ്യുന്ന മുള്ളൂർ കായൽ. അതിന്റെ മുകളിലാണ് ഇപ്പം. ഇത് മനോഹരമായുള്ള സ്ഥലം എന്നറിയാം. പണ്ട് ഇതൊക്കെ ഭയങ്കര ചെറിയ റൂട്ടായിരുന്നു, ബസ് റൂട്ടൊക്കെ. ഇപ്പം അത് നല്ലൊരു റൂട്ടായിരിക്കുകയാണ്. ഇത് പണ്ട് ഒരു ബസ്സിന് പോവാൻ തന്നെ കഷ്ടിയാണ് അന്നത്തെ കണ്ടീഷനിൽ. ഇന്നതൊക്കെ നന്നായി ഭയങ്കരമായിട്ട് വൃത്തി വന്നു. ഇപ്പോഴും ആ ഗ്രാമത്തിന്റെ ഭംഗി കണ്ട. സ്വാഗതം അടാട്ട് ഗ്രാമപഞ്ചായത്ത്. ഇന്ന് നമ്മുടെ യമയായിട്ട് ഇറങ്ങിയതാണ്, യമ RX 135. തിരിച്ച് രാജസ്ഥാനിൽ പോകുന്ന വഴിയാണ്. മുള്ളൂർ കായൽ ബ്രിഡ്ജിന്റെ അവിടെ. ഇന്ന് നമ്മള് രവിചേട്ടന്റെ കടയിൽ, മുള്ളൂക്കായലുള്ള മീൻ കടയാണ്. അമ്മ വന്ന് സ്ഥിരം മേടിക്കുന്ന സ്ഥലമാണെന്ന്. അപ്പൊ അമ്മ പറയാണ്, അമ്മ വന്നിട്ടില്ലല്ലേ കുറച്ച് ദിവസമായിട്ട്, ആളില്ല വീട്ടിൽ, അതുകൊണ്ടാണ്, ഞാനിവിടെ ഇല്ല, അതുകൊണ്ടാണ്. ഇന്നെന്തൊക്കെയാണ്, ഇതെന്താണ് പോട്ട? അതൊക്കെ ഇവിടുത്തെ ആണല്ലേ? ഇത് പല വകയാണോ? പരലാണ് കൂടാല്. ഇത് മുണ്ടത്തി. എന്താ വില മുണ്ടത്തിയൊക്കെ? മുണ്ടത്തിക്ക് 250 രൂപ. 250. ഇതോ? അത് ഇത് തൂളി. ഏതോ? തൂളി. ഇത് കരിമീനല്ലേ ഒരെണ്ണം? അത് ഒരെണ്ണം കരിമീൻ. അത് ഇവിടുന്ന് കിട്ടിയത് തന്നെ? ഇവിടുന്ന് കിട്ടിയത്. ഇതോ? ഇത് മുണ്ടത്തി. ഇത് പിലോപ്പി. സിലോപ്പി. വലിയതാണല്ലോ. ഇത് കട്ട്ല. ഇത് റോഹു ബംഗാളികളുടെ സാധനമാണ്. അതല്ലേ. ഇത് മുണ്ടത്തിര ചെറുത്. എങ്ങനെയുണ്ട് കച്ചവടം? ഉണ്ട്. കച്ചവടം കുറവാണ് മൊത്തത്തില്. ഓക്കെ. പിന്നെ ബ്രാലുണ്ട്. ബ്രാലെവിടെ? എടുത്തു വെച്ചേക്കാണ്. അത് ജീവനോടെ വെച്ചിരിക്കുന്ന? ജീവനോടെ വെക്കുന്ന. ഇതൊക്കെ ഒളിപ്പിച്ചു വെച്ചേക്കാണ്. ഇത് വളർത്തുന്നതാണോ അതോ? അല്ല, പാടത്തുനിന്ന് പിടിക്കും. പാടത്തുനിന്ന്. ഷൂട്ട് ചെയ്യാൻ എന്റെ ഇടയിൽ ഒരു ബ്രാല് ചാടി നമ്മുടെ ക്യാമറയുടെ അടിച്ചു. ഞങ്ങളുടെ ബ്രാല് അവിടെ കിടക്കുന്നത്, അതിന് പിടിക്കാൻ പറ്റുമെന്നാണ് നോക്കണ്ടത്. എന്റെ തമ്പുരാൻ കിട്ടുണ്ടോ? നമ്മുടെ ക്യാമറയ്ക്ക് എടുത്ത് ചാടി അടിച്ചേട്ടാ ഈ സാധനം. എന്റെ എനർജി. അപ്പൊ വീണ്ടും തൊട്ടടുത്ത് ജോസേട്ടന്റെ കടയിലാണ്. ജോസേട്ടന്റെ വീട് ഇവിടെ അല്ലേ? ജോസേട്ടനെ ഇവിടെ വാണ്യപ്പാപ്പനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? വാണ്യപ്പാപ്പൻ അല്ലേ? അപ്പൊ എന്റെ അങ്കിളിന്റെ ഒക്കെ കൂടെ പഠിച്ചിട്ടുണ്ടാവല്ലോ, പോളല്ല, ജോസിന്റെ കൂടെ. എത്ര വയസ്സായി? ഇതൊക്കെ ഇത് ബ്രാല് നോക്കി, കിഡിക്കാശി ബ്രാല് ദൈവം. ഇവരൊക്കെ ഇതാ മുള്ളൂക്കായലിന്റെ അടുത്തുള്ള കട ഉണ്ടാവും. ഞങ്ങള് സ്ഥിരം മേടിക്കുന്നത് ഒറിജിനൽ OG സാധനങ്ങളാണ് അതൊക്കെ. OG വർഷങ്ങളായിട്ടുള്ള ഞങ്ങള് വീട്ടുകാരൊക്കെ സ്ഥിരം മേടിക്കുന്ന സ്ഥലമുണ്ട്. അതൊക്കെ നാടൻ ബ്രാല്. നമ്മുടെ ഒരു സുഹൃത്തുണ്ട് ഡെയ്സൺ, ആളത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പൊ ദുബായിലാണ്, ആള് കണ്ടു കഴിഞ്ഞാൽ ഓടി വരും അത്. ഓക്കെ, എന്താ പേരെന്താ പറഞ്ഞ പേര്? അല്ല, കിലോ. ഇത് കല്ലുത്തി അല്ലേ? നമ്മുടെ ഫേവറേറ്റ് സാധനം അത്. കല്ലുത്തി നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനമാണ് കല്ലുത്തി.
ജീവനോടെ പിടിച്ചുകൊണ്ടിരുന്നത്. ആ കല്ലുത്തിയൊക്കെ നല്ല അടി വറുത്ത് ഇങ്ങനെ കടിച്ചടിച്ച് തിന്നു. നാടൻവാള 2 കിലോ 3 കിലോന്റെ ഉണ്ട് ഇപ്പൊ. ആ ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സാധനം വിളിച്ച് പറയാട്ടാ. കല്ലുത്തി കുറച്ച് മേടിച്ച് വെറുതെ കുറെ കാലം നിൽക്കുകയും ചെയ്ത് ടാങ്കിലിട്ട് കഴിഞ്ഞാൽ. പിന്നെ ആവശ്യാനുസരണം നന്നാക്കാൻ്റെ ബുദ്ധിമുട്ട്. പിന്നെ ഔഷധങ്ങളുള്ള വയമ്പ്, ഇത് വയമ്പ് ഔഷധങ്ങളുള്ള ഓക്കെ. ഈ ചേട്ടന്റെ നമ്പർ ഒന്ന് പറഞ്ഞോ, ഞാൻ ഇതിൽ പറയാം. പേരെന്താണ്? നമ്പർ എത്ര? 90 37 65 85 16. ഓക്കെ. മുള്ളൂർ കായല്, അതായത് പറപ്പൂർക്ക് വരുമ്പോ ഇടത്തെ ഭാഗത്ത് ആദ്യത്തെ 2 കടയുണ്ട്. രണ്ടും നല്ല കടകളാണ്. ഇവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.